to my another video. ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ പാടന്നെ ബ്രഷൊക്കെ ചെയ്തു, ഫേസും വാഷ് ചെയ്തു. എഴുന്നേറ്റ പാടന്നെ എനിക്ക് വീടിന്റെ ഫ്രണ്ട് പോയി നോക്കണ ഒരു പരിപാടി ഉണ്ട്. ചെറുപ്പം മുതൽ ഉമ്മച്ചി ശീലാക്കിയിട്ടുണ്ടായിരുന്നു അന്നായിരുന്നു. അത് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഇന്ന് ഒരുപാട് ഏർപ്പാടുകളുള്ള ഒരു ദിവസമായിരുന്നു. കസിന്റെ കല്യാണമാണ്. അപ്പോൾ ഓളെ കൂടെ ഡ്രസ്സ് എടുക്കാനും നോക്കാനൊക്കെ പോവാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ മുറ്റടിക്കാൻ ഇറങ്ങി. സാധാരണ കാലിച്ചായൊക്കെ കുടിച്ചിട്ടാണ് മുറ്റടിക്കാൻ ഇറങ്ങാറ്. പക്ഷെ ഇന്ന് അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അടിക്കണേന്റെ മുന്നേ ഞാൻ മുറ്റമൊക്കെ ഒന്ന് നനച്ചിട്ടു. നന്നായിട്ട് പൊടി പാറുണ്ടായിരുന്നു. ഈ മുറ്റടിക്കണയിലൂടെ വൃത്തിയാവണത് മുറ്റം മാത്രല്ല, എന്റെ ചിന്തയും കൂടി അവിടെ വളരുന്നുണ്ട്. എന്റെ ഒരു ഇമാജിനറി വേൾഡ് വരെ ഞാൻ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നോമ്പൊക്കെ ആവാനായതല്ലേ, അപ്പോൾ ചെറുതായിട്ട് വേറെ പണികളും ഉണ്ടായിരുന്നു. കർട്ടൻ ഇടാനും ഷെൽഫ് റെഡിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മക്കള് രണ്ടാളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഉമ്മച്ചി ഓൾക്ക് തിന്നാനൊക്കെ കൊടുത്തു. ഞാനതൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി പോവാൻ നിൽക്കായിരുന്നു. അതിന്റെ മുന്നായിട്ട് തലയിൽ കുറച്ച് നല്ലെണ്ണ ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഷെൽഫൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നിന്നു. കൂടെ അനിയത്തി ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഈ കുഞ്ഞ ട്രോഫി കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് 1ാം ക്ലാസ്സിന് കിട്ടിയ ഫസ്റ്റത്തെ സമ്മാനമാണ്. അതുപോലെ ഈ കാണുന്ന ഒരു ഫ്ലവർ വേസ് ഇല്ലേ, ഇത് എനിക്ക് പണ്ട് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ പോയിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന 2 സിസ്റ്റേഴ്സ് തന്നിട്ടുള്ള ഗിഫ്റ്റാണത്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണത്. ഹുദ, ഹൈഫ എന്നാണ് ഓലെ രണ്ടാളെയും പേര്. പിന്നെ ഇത് ഞാനും കസിനും പിന്നെ എൻ്റെ മാമിയും കൂടി ഓൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു അവിൽ മിൽക്കൊക്കെ കുടിച്ചു. ഓൾറെഡി നല്ല വിശപ്പുണ്ടായിരുന്നു. അവിൽ മിൽക്ക് കുടിച്ചതിനോട് കൂടി അത് പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫാൻസി ഷോപ്പിലേക്കായിരുന്നു. അവിടുന്ന് 2-3 സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. എനിക്ക് ഈ ഫാൻസി ഷോപ്പിലൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഇയറിങ്സും ബാംഗിൾസും ഒക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അവിടുന്ന് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അളവൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇറങ്ങി. തിരൂർക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വീട്ടിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ എനിക്കുള്ള കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജ് ഡേക്ക് എനിക്കും ഫ്രണ്ട്സിനും വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാരികളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മുരിങ്ങയുടെ ഇലയും ചീരന്റെ ഇലയൊക്കെ പൊട്ടിച്ച് വെച്ചു. അപ്പോഴേക്കും നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.